അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ജയസൂര്യൻ ബി.ജെ.പി. നേതാവിന്റെ ആ ആത്മവിശ്വാസം കാണുന്നില്ലേ? കോൺഗ്രസിനോടുള്ള ആ പരിഹാസം കാണുന്നില്ലേ? ഇനിയും പലരും ഇറങ്ങിപ്പോകുമെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ തൊട്ട് ഇപ്പോൾ ബി.ജെ.പി. നേതാവായ പത്മജ വേണുഗോപാൽ വരെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നില്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ മുൻപ് തന്നെ ആ ചിത്രം വ്യക്തമാക്കും, അതല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും എത്ര പേര് പോകും എന്നത് മാത്രം എണ്ണിയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ആരൊക്കെ പോകും, ആരൊക്കെ പോകില്ല, എത്ര പേര് പോകുമെന്ന് ദൈവം തമ്പുരാന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അഡ്വക്കേറ്റ് അനിൽ ബോസ് എങ്ങനെ പറയും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെന്തുകൊണ്ട് ഈ വിഷയങ്ങൾ, പാർട്ടിക്കകത്തുയരുന്ന പ്രശ്നങ്ങൾ, അഭിപ്രായ പിണക്കങ്ങൾ, ഇതൊന്നും ഇന്നും ഇന്നലെയും ഉടലെടുത്ത വിഷയങ്ങളല്ല. ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതിരുന്ന പ്രധാനപ്പെട്ട മുതിർന്ന നേതൃനിരയിലുള്ള നേതാക്കളുണ്ട്. അവരെ കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഇറങ്ങിപ്പോകുന്നവരെ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുന്നവർക്ക് എന്തെങ്കിലും പറയണ്ടേ? അവർ പറയട്ടെ. അപർണ, ഇവിടെ ഞങ്ങൾ വളരെ ശുഷ്കിച്ചു പോയി. കോൺഗ്രസ് പാർട്ടി അങ്ങ് മോശമായ അവസ്ഥയിലാണ്, കോൺഗ്രസിൽ നിന്നെല്ലാവരും വിട്ടുപോവുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊതുചിത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൊതുചിത്രം ഹ്രസ്വമായി ഞാൻ പറയാം. ഇവിടെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ബി.ജെ.പിയുടെ നേതാവ് കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങൾക്കതൊരു വാർത്തയല്ല. ബി.ജെ.പിയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ 3ഓളം സംസ്ഥാനങ്ങളിൽ അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമാർ കോൺഗ്രസിലേക്ക് വന്നു. നിങ്ങൾക്കത് വാർത്തയല്ല. ബി.ജെ.പിയുടെ മുൻ ഉപമുഖ്യമന്ത്രിമാർ, എം.പിമാർ, എം.എൽ.എമാർ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങളുടെ കൂടെ വന്നു, കർണാടകയിലടക്കം ഞങ്ങളുടെ കൂടെ വന്നു. നിങ്ങൾക്കതൊരു വാർത്തയല്ല. അവരുടെ മുന്നണിയിലെ വിവിധ കക്ഷികൾ വന്നു, അത് നിങ്ങൾക്ക് വാർത്തയല്ല. കോൺഗ്രസ് നിന്ന് പോകുന്നവരാണ് വാർത്ത. നിങ്ങൾ ചർച്ച ചെയ്തോ, എനിക്ക് വിരോധമില്ല. ഇവിടെ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട് പ്രതാപൻ ചുവരെഴുതി, പ്രതാപൻ പോസ്റ്റൊട്ടിച്ചു. CPM-ന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുകയാണ്, എന്റെ പൊന്ന അരുൺകുമാറെ, ആ തൃക്കാക്കരയിൽ താങ്കളുടെ പേരെഴുതിയ മതിലിലെ പേരൊന്ന് തൂത്തിട്ടെങ്കിലും വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. തൃക്കാക്കരയിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അരുൺകുമാർ വോട്ട് ചെയ്യണമെന്ന ആ എഴുതിയ ഭിത്തിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതൊന്ന് തൂത്തിട്ട് വന്ന് സഖാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക. മനസ്സിലായില്ലേ? പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത, തെക്കും വടക്കും അറിയാത്ത, ഇടതുപക്ഷമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത ഒരു ഡോക്ടറെ പിടിച്ച് മത്സരിപ്പിച്ചപ്പം ഞങ്ങൾ കണ്ടതാ താങ്കളുടെ കരച്ചിൽ. ഇതങ്ങനല്ല. TN പ്രതാപൻ ഇന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനറിയാം രാഷ്ട്രീയ പ്രാധാന്യം. അദ്ദേഹം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന ബോധ്യമുണ്ടായിരിക്കെ അദ്ദേഹം ഒരു സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ പാർട്ടിക്കും മുന്നണിക്കും കരുത്ത് പകരാനുള്ള പ്രവർത്തനം അവിടെ നടത്തവേ തന്നെ ഇന്ന് ബി.ജെ.പി. ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി TN പ്രതാപൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഓപ്പണായിട്ട് ഞാനങ്ങ് പറയാം, ഹീസ് ബിലോങ്സ് ടു ധീവര കമ്മ്യൂണിറ്റി. മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായും പ്രതാപൻ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉപയോഗിക്കാൻ പോകുന്ന വജ്രായുധം ജാതിയാണെന്ന്. അതുകൂടി അറിഞ്ഞു തന്നെയാണ് പ്രതാപൻ 3 മാസം മുമ്പ് കെ മുരളീധരനോട് പറഞ്ഞു. മുരളീധരൻ ഈ ചർച്ച നമ്മുടെ തുടങ്ങുമ്പോൾ ബൈറ്റിൽ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ. അപ്പൊ എന്നിട്ടും സിറ്റിംഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെ എന്ന് വന്നു. പക്ഷെ ബി.ജെ.പി. അങ്ങനെ അങ്ങ് അറുമാദിച്ച്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് അറുമാദിച്ച് പോകാനാണ് ഭാവമെങ്കിൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം. കേരളത്തിൽ ഒരിടത്തും ഒരു മണ്ഡലത്തിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ അപർണ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറയാം. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഒരിടത്തും ബി.ജെ.പി. 2ാം സ്ഥാനത്ത് വരില്ല. വന്നാൽ അവിടെ 3ാം സ്ഥാനത്ത് പോകുന്ന പാർട്ടി CPM-ഉം ഇടതുപക്ഷ മുന്നണിയായിരിക്കും. കുറിച്ചു വെച്ചോ, ഈ ചർച്ചയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ, എന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് വെച്ചോ. 2ാം സ്ഥാനത്ത് ബി.ജെ.പി. ഏതെങ്കിലും മണ്ഡലത്തിൽ വന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണിയുമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അവിടെ 3ാം സ്ഥാനത്തായിരിക്കും CPM-ഉം ഇടതുപക്ഷവും. പിന്നെ കോൺഗ്രസിന്റെ അകത്തുനിന്ന് നേതാക്കൾ പോകുന്ന നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്ക്. പണിയെടുത്ത് വന്നവൻ, ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയതായി പണി. ഇതുപോലെ പണിയെടുക്കുന്ന 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന്, ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. പോയവരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയോ പോകുന്നവരുടെ പട്ടിക. അതുകൊണ്ടാണല്ലോ ഈ ചർച്ച തന്നെ നടത്തേണ്ടി വരുന്നത്. ആ പോയിന്റിന് ഞാൻ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ വികാരമുണ്ട് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ. ആ പാർട്ടിയിൽ എന്താണ് നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എടുക്കുന്ന തീരുമാനം? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു? ഇതിൽ അണികളുടെ വികാരത്തിന് എന്ത് സംഭവിക്കുന്നു? നാണക്കേട് ആർക്കാണ്? സാധാരണ അണികൾക്കാണ്. അത് ഞാൻ പറയാതെ തന്നെ കൃത്യമായിട്ട് അഡ്വക്കേറ്റ് അനിൽ ബോസിന് അറിയാമെന്ന് എനിക്കറിയാം. അല്ല, സ്വാഭാവികമായി
അല്ല, ഒരു കാര്യം പറയണ്ടേ, അർഹതപ്പെടാത്ത ആളുകളെ അർഹതപ്പെടാത്ത പദവികളിൽ ഇരുത്തുമ്പോൾ ആലോചിക്കണം കൃത്യമായ അർഹത. ഞാൻ പറയാം, 2004 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുകുന്ദപുരം എന്ന് പറയുന്ന സാവിത്രി ലക്ഷ്മണനെ പോലെയുള്ള ഒരു സാധാരണക്കാരിയെ, വലിയൊരു നേതാവല്ലാത്ത ഒരാളെ, ഒരു മുഖ്യമന്ത്രിയുടെ മകളല്ലാത്ത ഒരാളെ നിർത്തി ജയിപ്പിച്ച മണ്ഡലമാണ് മുകുന്ദപുരം. ആ മണ്ഡലത്തിൽ പത്മജയുടെ മത്സരം കേരളത്തിലെ എല്ലാ സീറ്റിലും UDF തോൽക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തന ഞാൻ. അതിന് മറുപടി ഇവിടെ പറയുന്നതിന് എനിക്ക് യാതൊരു ഭയവുമില്ലെന്നേ, അത് പറയും. പക്ഷേ ഒരു പാർട്ടി, ഒരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകർക്ക് അതിനനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവും. തീരുമാനങ്ങളിൽ ചിലപ്പോൾ പിഴവ് വരും, ചിലപ്പോൾ മികവ് വരും, ചിലത് പാളിപ്പോയെന്നിരിക്കും. ആ പാളിച്ച അന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങളാരും പരസ്യമായി ആക്ഷേപിച്ചിട്ടില്ല, ഞങ്ങളാരും വിമർശിച്ചിട്ടില്ല, ഞങ്ങളാരും അപഹസിച്ചിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങൾ പാർട്ടി ലീഡർഷിപ്പ് മുന്നോട്ടുള്ള കാലങ്ങളിൽ പരിശോധിക്കണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. പണിയെടുക്കുന്നവൻ, കഷ്ടപ്പെടുന്നവൻ, ഈ പാർട്ടിയെ ജീവനായി കാണുന്നവർ, അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും മാനിച്ചുകൊണ്ടേ മേലിൽ നേതാക്കന്മാർ പോകാവൂ എന്നതിന്റെ വ്യക്തമായ അവസാനത്തെ താക്കീതാണ് ഇന്നലത്തെ ഈ സംഭവം. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറയുന്നതിനൊന്നും എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണമാണ്. അതൊരു ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണമാണ് താങ്കളുടെ ഭാഗത്ത്. അതൊരു ഷാർപ്പായിട്ടുള്ള ഒരു സെക്കൻഡ് ഇവിടെ ചർച്ച ചെയ്തല്ലോ. കോൺഗ്രസ്സുകാരെല്ലാം നിരത്തി പോകുന്നു. കേരളത്തിൽ നിന്ന് പോയ ഏറ്റവും ആദ്യത്തെ ഒരു മന്ത്രി ആരാ BJP പോയത്? CPM-ന്റെ വിശ്വനാഥ മേനോനല്ലേ പോയത്? വിശ്വസിക്കാൻ കഴിയും അവർക്ക്? ഇവർ MLA ആക്കി അൽഫോൺസ് കണ്ണന്താനമല്ലേ പോയത്? ഇപ്പൊ പോകാൻ പോകുന്ന ഇവരുടെ ദേവികുളം MLA ആയിരുന്ന രാജേന്ദ്രനല്ലേ ഇന്നും നാളെ പോകാൻ പോകുന്നത്?